ആമയിടഞ്ചാൽ മാലിന്യ പ്രശ്നത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി റെയിൽവേക്ക് സ്വന്തമായി മാലിന്യ നിർമ്മാർജ്ജന സംവിധാനമുണ്ട്. കനാലുകളും അഴുക്കുചാലുകളും വൃത്തിയാക്കേണ്ടത് ജലസേചന വകുപ്പിന്റെ ചുമതല എന്നും പ്രതികരണം. ജോയിയുടെ മരണത്തിൽ റെയിൽവേ അനുശോചനം രേഖപ്പെടുത്തിയെങ്കിലും നഷ്ടപരിഹാരത്തെക്കുറിച്ച് വാർത്താക്കുറിപ്പിൽ പരാമർശമില്ല. AV ജയശങ്കറാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, എന്താണ് റെയിൽവേ വ്യക്തമാക്കുന്ന നിലപാട്? അതായത് ഉന്മേഷ, ഈ ജോയിയുടെ മരണത്തിന് പിന്നാലെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്താക്കുറിപ്പിലാണ് റെയിൽവേയുടെ വിശദീകരണം. ഈ മേയർ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം റെയിൽവേക്കെതിരെ വലിയ വിമർശനം ഉയർത്തിയിരുന്നു. റെയിൽവേയുടെ മാലിന്യങ്ങൾ റെയിൽവേ കോമ്പൗണ്ടിൽ കൂട്ടിയിടുന്നു, ഈ അഴുക്കുചാലിലേക്ക് തള്ളുന്നു ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ മേയർ ഉയർത്തിയിരുന്നു. ഇതിനുള്ളൊരു മറുപടിയും ഈ വാർത്താക്കുറിപ്പിലുണ്ട്. റെയിൽവേക്ക് സ്വന്തമായി മാലിന്യ നിർമ്മാർജ്ജന സംവിധാനമുണ്ട് എന്നാണ് റെയിൽവേ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ ട്രെയിനിലെത്തുന്ന യാത്രക്കാർ ഉപേക്ഷിക്കുന്ന മാലിന്യം മാറ്റാനും സംവിധാനമുണ്ട്. ഇതിനെ കരാർക്കാർ വഴിയാണ് ഈ മാലിന്യം നീക്കം ചെയ്യുന്നത്. ഒപ്പം തന്നെ റെയിൽവേക്ക് ഇവിടെ ഈ വെള്ളവും മറ്റും റീസൈക്കിൾ ചെയ്യാനുള്ള സംവിധാനമുണ്ടെന്നും റെയിൽവേ വ്യക്തമാക്കുന്നു. ഈ മുൻ വർഷങ്ങളിലും ഈ വെള്ളപ്പൊക്കം മറ്റും തടയുന്നതിന്റെ ഭാഗമായി പ്രദേശത്ത് ക്ലീനിങ് നടത്തിയിരുന്നെന്നും റെയിൽവേ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ റെയിൽവേ യാർഡിൽ നിന്നും വെള്ളം പുറത്തേക്ക് പോകുന്നതിന് ചില പ്രകൃതിദത്തമായ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ വെള്ളം കെട്ടിക്കിടക്കാനും ഇത് കാരണമാകുന്നു. ഒപ്പം തന്നെ ഈ മാലിന്യങ്ങളും മറ്റും ഈ പ്രദേശത്തിന്റെ സ്വഭാവം കൊണ്ട് ഇവിടെ വന്നടിയുന്നുവെന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കനാലിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത് തടയാൻ ക്രമീകരണങ്ങൾ വേണം. ഇതിന് നഗരസഭ തയ്യാറെടുക്കണം. ഒപ്പം തന്നെ CCTV ഉൾപ്പെടെ സ്ഥാപിക്കണം. പിന്നെ കനാലുകളിൽ ക്ലീനിങ് നടത്തേണ്ട ചുമതല ജലസേചന വകുപ്പിനാണെന്നും റെയിൽവേ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് റെയിൽവേയുടെ വാർത്താക്കുറിപ്പ് വരുന്നത്. ഈ നഷ്ടപരിഹാരത്തെക്കുറിച്ച് റെയിൽവേയുടെ വാർത്താക്കുറിപ്പിൽ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഈ അപകടത്തെക്കുറിച്ചും ഈ അപകടത്തിന് പിന്നാലെ റെയിൽവേ നടത്തിയ വിശദീകരണങ്ങൾ ഇവിടെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. റെയിൽവേയുടെ മാലിന്യങ്ങൾ ഈ കനാലിലേക്ക്, ഈ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നില്ലെന്നും റെയിൽവേ കൃത്യമായി റെയിൽവേയുടെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നുണ്ട്. ഇതിന് കമ്പിവേലി ഉൾപ്പെടെ റെയിൽവേ റെയിൽവേയുടെ ഭാഗത്തോടനുബന്ധിച്ച് സ്ഥാപിച്ചിട്ടുണ്ടെന്നും റെയിൽവേ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ റെയിൽവേ നൽകിയ വിശദീകരണം ആവർത്തിക്കുകയാണ് ഈ അനുശോചന കുറിപ്പിൽ ചെയ്യുന്നത്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.